നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. വെൽക്കം ടു മൈ PSC ബുള്ളറ്റ്. ഇന്ത്യയുടെ പാൽത്തൊട്ടി എന്നറിയപ്പെടുന്ന സംസ്ഥാനം ഏത്? പഞ്ചാബ്, ഉത്തർപ്രദേശ്, ഹരിയാന, ഗുജറാത്ത്. ഇന്ത്യയുടെ പാൽത്തൊട്ടി എന്നറിയപ്പെടുന്ന സംസ്ഥാനമാണ് ഹരിയാന. ലോക നഗര ദിനം എന്നാണ്? ഒക്ടോബർ 31, ഡിസംബർ 1, ജനുവരി 20, നവംബർ 12. ലോക നഗര ദിനമായി ആചരിക്കുന്നത് ഒക്ടോബർ 31-നാണ്. ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗത്തിന്റെ ആസ്ഥാനം? SNDPയുടെ ആസ്ഥാനം? കോട്ടയം, തൃശ്ശൂര്, പാലക്കാട്, കൊല്ലം. SNDPയുടെ ആസ്ഥാനം കൊല്ലം ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. കേരള കേന്ദ്ര സർവകലാശാല സ്ഥിതി ചെയ്യുന്നത് എവിടെ? തൃശ്ശൂര്, കാസർഗോഡ്, എറണാകുളം, കണ്ണൂര്. കേന്ദ്ര സർവകലാശാല സ്ഥിതി ചെയ്യുന്നത് കാസർഗോഡ് ജില്ലയിലാണ്. കേരളത്തിലെ ആദ്യത്തെ ഫിലിം സ്റ്റുഡിയോ ഏത്? ഉദയ, പ്രകാശ്, നിഴൽ, ലോക്കി. കേരളത്തിലെ ആദ്യത്തെ ഫിലിം സ്റ്റുഡിയോ ആയിരുന്നു ഉദയ ഫിലിം സ്റ്റുഡിയോ. സ്വരാജ് ട്രോഫി ലഭിച്ച ആദ്യ ഗ്രാമപഞ്ചായത്ത്? കഞ്ഞിക്കുഴി, മൂലമറ്റം, ഇരിങ്ങാലക്കുട, കട്ടപ്പന. സ്വരാജ് ട്രോഫി ലഭിച്ച ആദ്യ ഗ്രാമപഞ്ചായത്തായിരുന്നു കഞ്ഞിക്കുഴി. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വീറ്റ് ബാർലി റിസർച്ച് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഷിംല, കാശി, മലേഷ്യ, അങ്കോള. വീറ്റ് ബാർലി റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് ഷിംലയിലാണ്. ചരിത്ര പ്രാധാന്യമുള്ള സമർഗഡ് നഗരം ഏത് രാജ്യത്താണ് സ്ഥിതി ചെയ്യുന്നത്? പാകിസ്ഥാൻ, ഉസ്ബെക്കിസ്ഥാൻ, ഈജിപ്ത്, ഇസ്രായേൽ. സമർഗഡ് നഗരം സ്ഥിതി ചെയ്യുന്നത് ഉസ്ബെക്കിസ്ഥാനിലാണ്. കലിഞ്ചർ കോട്ട പിടിച്ചെടുക്കാൻ ശ്രമിക്കുന്നതിനിടെ ആകസ്മികമായി ഉണ്ടായ വെടിമരുന്ന് സ്ഫോടനത്തിൽ മരിച്ച ഇന്ത്യൻ ഭരണാധികാരി? ഷേർഷാ, ജഹാംഗീർ, അക്ബർ, ബാബർ. ജഹാംഗീർ ആയിരുന്നു. തന്റെ സൈനികർക്ക് സേവനത്തിന് പണം നൽകിയ ആദ്യത്തെ ഡൽഹി സുൽത്താൻ ആര്? മുഹമ്മദ് ബിൻ തുഗ്ലക്, ഷേർഷാ, അക്ബർ, അലാവുദ്ദീൻ ഖിൽജി. അലാവുദ്ദീൻ ഖിൽജി ആയിരുന്നു. ഭൂമിയിൽ ഏറ്റവും കൂടുതലുള്ള പദാർത്ഥം ഏത്? ജലം, മണ്ണ്, വായു, ഇവയെല്ലാം. ഭൂമിയിൽ ഏറ്റവും കൂടുതലുള്ള പദാർത്ഥമാണ് ജലം. ന്യൂമോണിയ ബാധിക്കുന്നത് ഏത് അവയവത്തെയാണ്? വൃക്ക, ശ്വാസകോശം, കരൾ, ആമാശയം. ഏത് അവയവത്തെയാണ് ന്യൂമോണിയ ബാധിക്കുന്നത്? ശ്വാസകോശത്തെയാണ്. ഇന്ത്യയിലെ മെട്രോപൊളിറ്റൻ നഗരങ്ങളിൽ ഭൂമധ്യരേഖയോട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്നത്? കൊച്ചി, ചെന്നൈ, ഉദയ്പൂർ, ബോംബെ. ചെന്നൈ ആണ് ശരിയായ ഉത്തരം. വടക്കൻ അർദ്ധഗോളത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ രാത്രി? മാർച്ച് 30, ഫെബ്രുവരി 28, ഡിസംബർ 22, മെയ് 7. ഏറ്റവും ദൈർഘ്യമേറിയ രാത്രി ഡിസംബർ 22-നാണ്. ഇന്ത്യയിൽ പഞ്ചവത്സര പദ്ധതികൾ എന്ന ആശയം അവതരിപ്പിച്ചത് ആര്? സർദാർ വല്ലഭായ് പട്ടേൽ, ജവഹർലാൽ നെഹ്റു, ഗാന്ധിജി, അംബേദ്കർ. പഞ്ചവത്സര പദ്ധതികൾക്ക് തുടക്കമിട്ടത് ജവഹർലാൽ നെഹ്റു ആയിരുന്നു. ആൾജിബ്രയുടെ കണ്ടുപിടുത്തത്തിന് അർഹത നേടിയത് ആരാണ്? ഗുരുനാനാക്ക്, ആര്യഭട്ട, CV രാമൻ, ശകുന്തള. ആൾജിബ്രയുടെ കണ്ടുപിടുത്തത്തിന് അർഹത നേടിയത് ആര്യഭട്ടയായിരുന്നു. ഡൽഹിയിലെ ജുമാ മസ്ജിദ് നിർമ്മിച്ചത് ആര്? ഷാജഹാൻ, അക്ബർ, ബാബർ, ബഹദൂർ ഷാ. ഡൽഹിയിലെ ജുമാ മസ്ജിദ് നിർമ്മിച്ചത് ഷാജഹാൻ ആയിരുന്നു. രവീന്ദ്രനാഥ ടാഗോർ ജനിച്ച വർഷം? 1860, 1858, 1861, 1857. രവീന്ദ്രനാഥ ടാഗോർ ജനിച്ചത് 1861-ലായിരുന്നു.
എല്ലാ ലോഹങ്ങളിലും ഏറ്റവും എളുപ്പത്തിൽ പൊരുത്തപ്പെടാവുന്നത് ഏതാണ്? പ്ലാറ്റിനം, സ്വർണം, ഇരുമ്പ്, ടങ്സ്റ്റൺ. സ്വർണമാണ് ശരിയായ ഉത്തരം. വേദന സംഹാരികൾ തലച്ചോറിന്റെ ഏതു ഭാഗത്തെയാണ് ബാധിക്കുന്നത്? ഹൈപ്പോതലാമസ്, തലാമസ്, സെറിബ്രം, സെറിബെല്ലം. വേദന സംഹാരികൾ ബാധിക്കുന്നത് തലാമസിനെയാണ്. ഏതു വർഷത്തിലാണ് 20 പോയിന്റ് പ്രോഗ്രാം ആദ്യമായി അവതരിപ്പിച്ചത്? 1970, 1973, 77, 75. 20 പോയിന്റ് പ്രോഗ്രാം 1973 അവതരിപ്പിച്ചത്. തോറിയത്തിന്റെ ഉറവിടമായ മോണോസൈറ്റ് മണലിന് ഏറ്റവും പേരുകേട്ട ഇന്ത്യൻ സംസ്ഥാനം ഏത്? കേരളം, കർണാടക, തമിഴ്നാട്, ആന്ധ്രാപ്രദേശ്. കേരളമാണ് ശരിയായ ഉത്തരം. ലോകബാങ്കിൽ നിന്ന് ആദ്യമായി വായ്പ അനുവദിച്ച രാജ്യമേത്? ഇറ്റലി, ജപ്പാൻ, ഫ്രാൻസ്, റഷ്യ. ലോകബാങ്കിൽ നിന്ന് ആദ്യമായി വായ്പ അനുവദിച്ച രാജ്യം ഫ്രാൻസിനായിരുന്നു. മനുഷ്യ ശരീരത്തിലെ ഏതു ഭാഗമാണ് വായുവിൽ നിന്ന് നേരിട്ട് ഓക്സിജൻ ആഗിരണം ചെയ്യുന്നത്? ത്വക്ക്, കോർണിയ, ചെവി, മൂക്ക്. വായുവിൽ നിന്ന് നേരിട്ട് ഓക്സിജൻ ആഗിരണം ചെയ്യുന്നത് കോർണിയ വഴിയാണ്. ദുരന്ത നിവാരണ അതോറിറ്റി സ്ഥാപിച്ച ആദ്യ ഇന്ത്യൻ സംസ്ഥാനം? കേരളം, സിക്കിം, ഒഡീഷ, ബീഹാർ. ദുരന്ത നിവാരണ അതോറിറ്റി സ്ഥാപിച്ച ആദ്യ ഇന്ത്യൻ സംസ്ഥാനമായിരുന്നു കേരളം. ഇന്ത്യയിൽ വ്യാപാര സ്ഥാപനങ്ങൾ സ്ഥാപിക്കുന്നതിനായി ജഹാംഗീർ ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് ചാർട്ടർ പുറപ്പെടുവിച്ച വർഷം? 1616, 15, 17, 1614. 1617 ഏത് ഗ്രഹമാണ് പ്രഭാത നക്ഷത്രം അല്ലെങ്കിൽ സന്ധ്യാനക്ഷത്രം എന്നറിയപ്പെടുന്നത്? ജൂപ്പിറ്റർ, വീനസ്, പ്ലൂട്ടോ, നെപ്റ്റ്യൂൺ. പ്രഭാത നക്ഷത്രം അല്ലെങ്കിൽ സന്ധ്യാനക്ഷത്രം എന്നറിയപ്പെടുന്നത് വീനസ് ആണ്. ഭൂമിയുടെ ഉപഗ്രഹം എന്നറിയപ്പെടുന്ന നക്ഷത്രം ഏത്? സൂര്യൻ, യുറാനസ്, ചന്ദ്രൻ, ബുധൻ. ഭൂമിയുടെ ഉപഗ്രഹം എന്നറിയപ്പെടുന്ന നക്ഷത്രമാണ് ചന്ദ്രൻ. ചന്ദ്രന്റെ പരിക്രമണ കാലഘട്ടം എത്രയാണ്? 25 ദിവസം, 21 ദിവസം, 27 ദിവസം, 29 ദിവസം. ചന്ദ്രന്റെ ഒരു പരിക്രമണ കാലഘട്ടം എന്ന് പറയുന്നത് 27 ദിവസമാണ്. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ വനിതാ ക്യാബിനറ്റ് മന്ത്രിയായ രാജ്കുമാരി അമൃത് കൗസർ ഏതു വകുപ്പാണ് വഹിച്ചത്? ആരോഗ്യം, നിയമനിർമ്മാണം, വനപരിപാലനം, വ്യോമയാനം. ആരോഗ്യമായിരുന്നു. ലോക ഹെപ്പറ്റൈറ്റിസ് ദിനമായി ആചരിക്കുന്നത് ഏത് ദിവസമാണ്? സെപ്റ്റംബർ 17, ജൂലൈ 28, ഡിസംബർ 2, ഫെബ്രുവരി 19. ലോക ഹെപ്പറ്റൈറ്റിസ് ദിനമായി ആചരിക്കുന്നത് ജൂലൈ 28-നാണ്. 2009 ബ്രിക്സിന്റെ ആദ്യ ഔപചാരിക ഉച്ചകോടി എവിടെയാണ് നടന്നത്? റഷ്യ, ജപ്പാൻ, ബ്രിട്ടൻ, അമേരിക്ക. ബ്രിക്സിന്റെ ആദ്യ ഔപചാരിക ഉച്ചകോടി നടന്നത് റഷ്യയിലായിരുന്നു. മലയാളി മെമ്മോറിയൽ എന്ന പേരിൽ ഒരു നിവേദനം തയ്യാറാക്കുന്നതിൽ പ്രധാന പങ്കുവഹിച്ചത് ആര്? NN കക്കാട്, ഇടശ്ശേരി, GP പിള്ള, MD വാസുദേവൻ നായർ. GP പിള്ളയായിരുന്നു. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ കേന്ദ്ര സർക്കാരിലെ ആദ്യ മന്ത്രിമാരുടെ എണ്ണം എത്രയായിരുന്നു? 16, 17, 11, 19. 17 മന്ത്രിമാരായിരുന്നു. 1921 നടന്ന ആദ്യത്തെ അഖില കേരള രാഷ്ട്രീയ സമ്മേളനം നടന്ന സ്ഥലം ഏത്? കയ്യോന്നി, കൊയിലാണ്ടി, ഒറ്റപ്പാലം, തിരൂര്. ഒറ്റപ്പാലത്തായിരുന്നു. ശാരദ ബുക്ക് ഡിപ്പോയുടെ സ്ഥാപകൻ ആരായിരുന്നു? ഇടശ്ശേരി, കുഞ്ചൻ നമ്പ്യാർ, കുമാരനാശാൻ, തകഴി ശിവശങ്കരപിള്ള. ശാരദ ബുക്ക് ഡിപ്പോയുടെ സ്ഥാപകനായിരുന്നു കുമാരനാശാൻ. ലോകത്തിലെ ആദ്യത്തെ ഇലക്ട്രിക് റോഡ് ഉദ്ഘാടനം ചെയ്ത രാജ്യം? സ്പെയിൻ, മലേഷ്യ, സ്വീഡൻ, ആഫ്രിക്ക.
ലോകത്തിലെ ആദ്യത്തെ ഇലക്ട്രിക് റോഡ് ഉദ്ഘാടനം ചെയ്തത് സ്വീഡനിലായിരുന്നു. ദുരിതത്തിലായ സ്ത്രീകളെ സഹായിക്കുന്നതിനായി ഏത് സംസ്ഥാന സർക്കാരാണ് സഖി വൺ സ്റ്റോപ്പ് സെന്റർ ആരംഭിച്ചത്? മണിപ്പൂർ, നാഗാലാൻഡ്, മിസോറാം, ഉത്തർപ്രദേശ്. നാഗാലാൻഡ് ആയിരുന്നു. നിയമത്തിനു മുന്നിൽ തുല്യത ഉറപ്പാക്കുന്നതിന് ഭരണഘടനയുടെ ഏത് ആർട്ടിക്കിളാണ്? 14, ആർട്ടിക്കിൾ 15, 16, ആർട്ടിക്കിൾ 27. ആർട്ടിക്കിൾ 14 ലോകസഭയിൽ 0 അവറിന്റെ ദൈർഘ്യം എത്രയാണ്? 1.5 മണിക്കൂർ, 1 മണിക്കൂർ, 3 മണിക്കൂർ, 5 മണിക്കൂർ. ലോകസഭയിൽ 0 അവറിന്റെ ദൈർഘ്യം 1 മണിക്കൂറാണ്. ജൈവ കൃഷി പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള കുടുംബശ്രീ പദ്ധതിയുടെ പേര്? കിസാൻ മിഷൻ, ഹരിതശ്രീ, വനവിഭവം, പച്ചപ്പ്. ഹരിശ്രീയാണ്. കേരളത്തിലെ ആദ്യത്തെ സൈബർ പോലീസ് സ്റ്റേഷൻ ഉദ്ഘാടനം ചെയ്യപ്പെട്ട വർഷം? 2008, 2007, 2009, 2006. സൈബർ പോലീസ് സ്റ്റേഷൻ ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് 2009 ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന്റെ ആത്മീയ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? അയ്യങ്കാളി, സ്വാമി വിവേകാനന്ദൻ, കെ കേളപ്പൻ, അയ്യപ്പൻ. സ്വാമി വിവേകാനന്ദനായിരുന്നു. എത്ര വർഷത്തിനു ശേഷമാണ് രാഷ്ട്രപതി ധനകാര്യ കമ്മീഷൻ രൂപീകരിക്കുന്നത്? 6 വർഷം, 4 വർഷത്തിനു ശേഷം, 5, 2 വർഷത്തിനു ശേഷം. 5 വർഷത്തിനു ശേഷമാണ്. ഏതു വസ്തുവാണ് ഏറ്റവും കടുപ്പമുള്ളതും വഴക്കമുള്ളതും? അയൺ, ടങ്സ്റ്റൺ, നിക്രോം. ഇവയെല്ലാം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതു വസ്തുവാണ് ഏറ്റവും കടുപ്പവും വഴക്കവുമുള്ളത്? നിക്രോമാണ് ശരിയായ ഉത്തരം. സംസ്ഥാന നിയമസഭയിൽ ആരുടെ മുൻകൂർ സമ്മതത്തോടെയാണ് മണിബില്ലുകൾ അവതരിപ്പിക്കാൻ കഴിയുക? സ്പീക്കർ, ഗവർണർ, രാഷ്ട്രപതി, പ്രധാനമന്ത്രി. ഗവർണറുടെ. പുകയിലയുടെ ഉപയോഗം നിരോധിച്ച മുഗൾ ചക്രവർത്തി ആര്? ജഹാംഗീർ, ഷേർഷാ, ബാബർ, ഔറംഗസേബ്. പുകയിലയുടെ ഉപയോഗം നിരോധിച്ച മുഗൾ ചക്രവർത്തിയായിരുന്നു ഔറംഗസേബ്. സൾഫറിന്റെ ഏറ്റവും വലിയ ഉൽപാദന കേന്ദ്രം ഏതാണ്? USA, സൗദി അറേബ്യ, ശ്രീലങ്ക, ഇന്ത്യ. സൾഫറിന്റെ ഏറ്റവും വലിയ ഉൽപാദന കേന്ദ്രമാണ് USA. പണ്ഡിറ്റ് ഭീംസെൻ ജോഷി ഏതു മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? നൃത്തം, സംഗീതം, എഴുത്ത്, ചിത്രരചന. പണ്ഡിറ്റ് ഭീംസെൻ ജോഷി സംഗീതവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. സ്റ്റോറോ ബാറ്ററികളിൽ ഉപയോഗിക്കുന്ന ലോഹം ഏത്? അയൺ, നിക്കൽ, ലെഡ്, കോപ്പർ. സ്റ്റോറോ ബാറ്ററികളിൽ ഉപയോഗിക്കുന്ന ലോഹമാണ് ലെഡ്. കേരളത്തിലെ ആദ്യ ഹൈഡ്രജൻ ബസ് പ്രവർത്തനം ആരംഭിച്ചത്? കൊച്ചി, തിരുപ്പതി, മേപ്പാടി, കോയമ്പത്തൂർ. കേരളത്തിലെ ആദ്യ ഹൈഡ്രജൻ ബസ് പ്രവർത്തനം ആരംഭിച്ചത് കൊച്ചിയിലാണ്. കേരളത്തിൽ നിപ്പ രോഗം ആദ്യമായി റിപ്പോർട്ട് ചെയ്തത് എവിടെ? കണ്ണൂര്, കോഴിക്കോട്, വയനാട്, കോട്ടയം. നിപ്പ രോഗം ആദ്യമായി റിപ്പോർട്ട് ചെയ്തത് കോഴിക്കോട് ജില്ലയിലായിരുന്നു. ഇന്ത്യയിലെ ആദ്യ ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് വില്ലേജ് നിലവിൽ വന്നത്? ആന്ധ്രാപ്രദേശ്, ഉത്തർപ്രദേശ്, രാജസ്ഥാൻ, ഗുജറാത്ത്. ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് വില്ലേജ് നിലവിൽ വന്നത് ആന്ധ്രാപ്രദേശിലായിരുന്നു. അന്റാർട്ടിക്കയിൽ പുതിയ റേഡിയോ ദൂരദർശിനി സ്ഥാപിച്ച രാജ്യം? നേപ്പാൾ, പാകിസ്ഥാൻ, യൂറോപ്പ്, ചൈന. അന്റാർട്ടിക്കയിൽ പുതിയ റേഡിയോ ദൂരദർശിനി സ്ഥാപിച്ചത് ചൈനയായിരുന്നു. പുതിയ ഇനം പവിഴ ജീവികളുടെ ആവാസ മേഖല കണ്ടെത്തപ്പെട്ട ജില്ല? തിരുവനന്തപുരം, പത്തനംതിട്ട, തൃശ്ശൂര്, കാസർഗോഡ്. തിരുവനന്തപുരം ജില്ലയിലായിരുന്നു.
ലോകത്തിലെ എത്രാമത്തെ വലിയ 5G വിപണിയാണ് ഇന്ത്യ? രണ്ടാമത്തെ, ഒന്നാമത്തെ, ആറാമത്തെ, അഞ്ചാമത്തെ? രണ്ടാമത്തെ വലിയ 5G വിപണി. രാജ്യത്ത് മുഴുവൻ സ്കൂളുകളിലും ജങ്ക് ഫുഡ് നിരോധിച്ച രാജ്യം? സുഡാന്, മെക്സിക്കോ, സ്വീഡൻ, ജപ്പാൻ? മെക്സിക്കോയിലായിരുന്നു. ജൈവ ഇന്ധനത്തിനായി വനം വെട്ടിത്തെളിക്കാൻ ഒരുങ്ങുന്ന രാജ്യം? ഇന്ത്യ, കൊറിയ, ഇന്തോനേഷ്യ, ചൈന? ജൈവ ഇന്ധനത്തിനായി വനം വെട്ടിത്തെളിക്കാൻ ഒരുങ്ങുന്ന രാജ്യമാണ് ഇന്തോനേഷ്യ. ബില്ലുകളിൽ തീരുമാനമെടുക്കാൻ രാഷ്ട്രപതിക്ക് സുപ്രീം കോടതി നൽകിയ സമയപരിധി? 2 മാസം, 3 മാസം, 4 മാസം, 5 മാസം? 2 മാസം വരെയാണ്. 2025 വനിതാ കബഡി ലോകകപ്പിന് ആതിഥേയത്വം വഹിക്കുന്ന സംസ്ഥാനം? രാജസ്ഥാൻ, മണിപ്പൂർ, ബീഹാർ, ജയ്പൂർ? ആതിഥേയത്വം വഹിക്കുന്നത് ബീഹാർ ആണ്. ഇന്ത്യയിലെ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത കൈവരിക്കുന്ന ആദ്യ സംസ്ഥാനം? കർണാടക, തമിഴ്നാട്, ആന്ധ്രാപ്രദേശ്, കേരളം? കേരളമാണ് ശരിയായ ഉത്തരം. അന്താരാഷ്ട്ര നഴ്സസ് ദിനം എന്ന്? ജൂൺ 11, മെയ് 12, മാർച്ച് 4, ഫെബ്രുവരി 19? അന്താരാഷ്ട്ര നഴ്സസ് ദിനമായി ആചരിക്കുന്നത് മാർച്ച് 12-നാണ്. ആദ്യത്തെ എയർ ആംബുലൻസ് സർവീസ് സഞ്ജീവനി ഉദ്ഘാടനം ചെയ്ത സംസ്ഥാനം? സിക്കിം, ഉത്തരാഖണ്ഡ്, ഭോപ്പാൽ, രാജസ്ഥാൻ? സഞ്ജീവനി ഉദ്ഘാടനം ചെയ്തത് ഉത്തരാഖണ്ഡിലായിരുന്നു. ബ്രഹ്മോസ് മിസൈൽ വാങ്ങുന്നതിനായി അടുത്തിടെ ഇന്ത്യയുമായി കരാർ ഒപ്പിട്ട രണ്ടാമത്തെ രാജ്യം? വത്തിക്കാൻ, ഇറ്റലി, റഷ്യ, വിയറ്റ്നാം? വിയറ്റ്നാമാണ് ഒപ്പിട്ടത്. അന്താരാഷ്ട്ര യോഗാ ദിനമായി ആചരിക്കുന്നത് എന്ന്? ജൂൺ 12, ജൂൺ 21, സെപ്റ്റംബർ 12, ഡിസംബർ 12? അന്താരാഷ്ട്ര യോഗാ ദിനമായി ആചരിക്കുന്നത് ജൂൺ 21-നാണ്. കേരളത്തിലെ ആദ്യ അതിദാരിദ്ര്യമുക്ത മണ്ഡലം? കൊയിലാണ്ടി, ധർമ്മടം, മാങ്കുളം, പന്തളം? ആദ്യ അതിദാരിദ്ര്യമുക്ത മണ്ഡലമാണ് ധർമ്മടം. ഇന്ത്യയിലെ ആദ്യത്തെ വയോജന സൗഹൃദ നഗരം ഏത്? കൊയിലാണ്ടി, ഷൊർണൂർ, കൊച്ചി, ഇടപ്പള്ളി? ഇന്ത്യയിലെ ആദ്യത്തെ വയോജന സൗഹൃദ നഗരമാണ് കൊച്ചി. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം ഔദ്യോഗികമായി രാജ്യത്തിന് സമർപ്പിച്ചത്? 2025 മെയ് 4, മെയ് 2, മാർച്ച് 1, മെയ് 1? 2025 മെയ് 2-നായിരുന്നു. ഇന്ത്യയിലെ ആദ്യ പോളാർ മ്യൂസിയം നിലവിൽ വരുന്നത്? ഗോവ, അരുണാചൽ പ്രദേശ്, ആന്ധ്രാപ്രദേശ്, രാജസ്ഥാൻ? ഇന്ത്യയിലെ ആദ്യ പോളാർ മ്യൂസിയം നിലവിൽ വരുന്നത് ഗോവയിലാണ്. ഏറ്റവും സുരക്ഷിതമായി വാഹനം ഓടിക്കാവുന്ന രാജ്യം ഏത്? പോളണ്ട്, നോർവേ, ലണ്ടൻ, ഖത്തർ? ഏറ്റവും സുരക്ഷിതമായി വാഹനം ഓടിക്കാൻ പറ്റുന്ന രാജ്യമാണ് നോർവേ. കിഷൻഗംഗ ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്നത് എവിടെ? ത്രിപുര, മേഘാലയ, ജാർഖണ്ഡ്, ജമ്മു കാശ്മീർ? കിഷൻഗംഗ ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്നത് ത്രിപുരയിലാണ്. ഏത് സംസ്ഥാനത്തെ നാടോടി കലാരൂപമാണ് ജാത്ര? ബീഹാർ, ബംഗാൾ, പഞ്ചാബ്, മഹാരാഷ്ട്ര? ബംഗാളിന്റെ നാടോടി കലാരൂപമാണ് ജാത്ര. വില്യം ഹോക്കിൻസ് ഇന്ത്യ സന്ദർശിച്ചപ്പോൾ മുഗൾ ഭരണാധികാരി ആരായിരുന്നു? അക്ബർ, ബാബർ, ജഹാംഗീർ, ഷേർഷാ? വില്യം ഹോക്കിൻസ് ഇന്ത്യ സന്ദർശിച്ചപ്പോൾ ഉള്ള ഭരണാധികാരി ജഹാംഗീർ. കേരളത്തിലെ ആദ്യ വിമാന കമ്പനിയായ എയർ കേരളയുടെ പ്രവർത്തന കേന്ദ്രമായി ഔദ്യോഗികമായി പ്രഖ്യാപിച്ചത്? എറണാകുളം, കൊല്ലം,
പത്തനംതിട്ട, കോഴിക്കോട്. എറണാകുളമാണ്. 2025 വനിതാ കബഡി ലോകകപ്പിന് ആതിഥേയത്വം വഹിക്കുന്ന സംസ്ഥാനം ബീഹാർ, ബംഗാൾ, കർണാടക, ആന്ധ്രാപ്രദേശ്. ആതിഥേയത്വം വഹിക്കുന്നത് ബീഹാർ ആണ്. ഭീകരാക്രമണങ്ങളിൽ ജീവൻ നഷ്ടപ്പെടുന്നവരുടെ സ്മരണാർത്ഥം ഐക്യദാർഢ്യ മരം സ്ഥാപിച്ചത് ന്യൂയോർക്ക്, സ്വീഡൻ, ഡെൻമാർക്ക്, മ്യാൻമാർ. ഐക്യദാർഢ്യ മരം സ്ഥാപിച്ചത് ന്യൂയോർക്കിലായിരുന്നു. സ്ത്രീകളുടെ പേരിൽ വീട്, വസ്തു തുടങ്ങിയവ വാങ്ങിയാൽ 1% ഫീസിളവ് അനുവദിക്കണം എന്ന് പ്രഖ്യാപിച്ച സംസ്ഥാനം സിക്കിം, തമിഴ്നാട്, ഗുജറാത്ത്, കേരളം. തമിഴ്നാടായിരുന്നു. ഇന്ത്യയിലെ ആദ്യത്തെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഡാറ്റാ സെന്റർ പാർക്ക് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഒഡീഷ, രാജസ്ഥാൻ, ഛത്തീസ്ഗഡ്, സിക്കിം. AI ഡാറ്റാ സെന്റർ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് ഛത്തീസ്ഗഡിലാണ്. കുപ്രസിദ്ധമായ അൽക്കാട്രാസ് ജയിൽ സ്ഥിതി ചെയ്യുന്ന രാജ്യം അമേരിക്ക, റഷ്യ, ഭൂട്ടാൻ, ചൈന. കുപ്രസിദ്ധമായ അൽക്കാട്രാസ് ജയിൽ സ്ഥിതി ചെയ്യുന്ന രാജ്യമാണ് അമേരിക്ക. ഇന്ത്യയിൽ ആദ്യമായി പട്ടികജാതിക്കാർക്ക് ഉപസംവരണം നടപ്പിലാക്കുന്ന ആദ്യ സംസ്ഥാനം സിക്കിം, കർണാടക, തെലങ്കാന, അസം. തെലങ്കാനയാണ് ശരിയായ ഉത്തരം. ചരിത്ര പ്രാധാന്യമുള്ള അജന്ത ഗുഹകൾ ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? മഹാരാഷ്ട്ര, സിക്കിം, ഒഡീഷ, ഉത്തർപ്രദേശ്. അജന്ത ഗുഹകൾ സ്ഥിതി ചെയ്യുന്നത് മഹാരാഷ്ട്രയിലാണ്. ഏത് രാജ്യത്തിനുള്ളിൽ ആണ് വത്തിക്കാൻ സ്ഥിതി ചെയ്യുന്നത്? ഇറ്റലി, സ്പെയിൻ, ഈജിപ്ത്, ഇസ്രായേൽ. ഏത് രാജ്യത്തിനുള്ളിലാണ് വത്തിക്കാൻ സ്ഥിതി ചെയ്യുന്നത്? ഇറ്റലിയുടെ ഉള്ളിൽ. 3 സമുദ്രങ്ങളെ ചുറ്റപ്പെട്ട രാജ്യം ഏത്? ഒമാൻ, കാനഡ, ഭൂട്ടാൻ, റഷ്യ. 3 സമുദ്രങ്ങളാൽ ചുറ്റപ്പെട്ട രാജ്യമാണ് കാനഡ. രാഷ്ട്രപതിയുടെ സ്വർണ്ണ മെഡൽ നേടിയ ആദ്യത്തെ മലയാള സിനിമ ഏത്? ചെമ്മീൻ, കണ്ടം വെച്ച കോട്ട്, ആലം ആര, വിഗതകുമാരൻ. ചെമ്മീനായിരുന്നു. അവകാശികൾ എന്ന നോവൽ രചിച്ചത് ആര്? വിലാസിനി, സുഗന്ധകുമാരി, മാധവിക്കുട്ടി, സാറ ജോസഫ്. അവകാശികൾ എന്ന നോവൽ രചിച്ചത് വിലാസിനി ആയിരുന്നു. ഋഗ്വേദം മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയത് ആര്? ഉറൂബ്, വള്ളത്തോൾ, വയലോപ്പിള്ളി, വയലാർ. ഋഗ്വേദം മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയത് വള്ളത്തോൾ ആയിരുന്നു. ആരുടെ ജന്മദിനമാണ് കേരള സർക്കാർ തത്വജ്ഞാന ദിനമായി ആചരിക്കുന്നത്? അയ്യങ്കാളി, ഗാന്ധിജി, ശങ്കരാചാര്യർ, രാമൻ വാര്യർ. ശങ്കരാചാര്യരുടെ ജന്മദിനമാണ് തത്വജ്ഞാന ദിനമായി ആചരിക്കുന്നത്. സംസ്ഥാനത്തെ ആദ്യത്തെ സൈബർ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് കൊല്ലം, കോഴിക്കോട്, കോട്ടയം, കണ്ണൂര്. സംസ്ഥാനത്തെ ആദ്യത്തെ സൈബർ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് കോഴിക്കോട് ജില്ലയിലാണ്. വില്ലുവണ്ടി സമരം നടത്തിയ സാമൂഹ്യ പരിഷ്കർത്താവ് ആര്? അയ്യങ്കാളി, സ്വാമി വിവേകാനന്ദൻ, അയ്യപ്പൻ, കുമാരനാശാൻ. വില്ലുവണ്ടി സമരം നടത്തിയ സാമൂഹ്യ പരിഷ്കർത്താവായിരുന്നു അയ്യങ്കാളി. കാലിൽ ശ്രവണേന്ദ്രിയം ഉള്ള ഷഡ്പദം ഏത്? പൂമ്പാറ്റകൾ, ചീവീടുകൾ, പക്ഷികൾ, പ്രാണികൾ. കാലിൽ ശ്രവണേന്ദ്രിയം ഉള്ള ഷഡ്പദമാണ് ചീവീടുകൾ. മംഗളവനം പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്ന ജില്ല മലപ്പുറം, എറണാകുളം, കോട്ടയം, കൊല്ലം. മംഗളവനം പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്നത് എറണാകുളം ജില്ലയിലാണ്. ഏത് സംസ്ഥാനത്തിന്റെ ഔദ്യോഗിക ഫലമാണ് പൈനാപ്പിൾ? ആസാം, ബീഹാർ, ത്രിപുര, സിക്കിം. ഏത് സംസ്ഥാനത്തിന്റെ ഔദ്യോഗിക ഫലമാണ് പൈനാപ്പിൾ? ത്രിപുരയുടെ ഔദ്യോഗിക ഫലമാണ് പൈനാപ്പിൾ.
കേരളത്തിൽ കണ്ടൽ വനങ്ങൾ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ജില്ല? കോട്ടയം, കണ്ണൂര്, കാസർഗോഡ്, വയനാട്. കേരളത്തിൽ കണ്ടൽ വനങ്ങൾ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് കണ്ണൂർ ജില്ലയിലാണ്. പ്രാചീന കാലത്തെ രേവനദി എന്നറിയപ്പെട്ട നദി ഏത്? സിന്ധു, കാവേരി, നർമ്മദ, കബനി. പ്രാചീന കാലത്തെ രേവനദി എന്നറിയപ്പെട്ട നദിയാണ് നർമ്മദ. ഇന്ത്യയിലെ ആദ്യത്തെ പോളിയോ വിമുക്ത ജില്ല ഏത്? കൊല്ലം, തൃശ്ശൂര്, എറണാകുളം, പത്തനംതിട്ട. ഇന്ത്യയിലെ ആദ്യത്തെ പോളിയോ വിമുക്ത ജില്ലയാണ് പത്തനംതിട്ട. കേരളത്തിൽ കയർ ഫാക്ടറികൾ ഏറ്റവും കൂടുതലുള്ള ജില്ല ഏത്? കൊല്ലം, കാസർഗോഡ്, ആലപ്പുഴ, കോട്ടയം. കേരളത്തിൽ കയർ ഫാക്ടറികൾ ഏറ്റവും കൂടുതലുള്ള ജില്ലയാണ് ആലപ്പുഴ ജില്ല. വിവരാവകാശ നിയമപ്രകാരം ഒരു വ്യക്തിയുടെ ജീവനെ സംബന്ധിച്ച കാര്യമാണെങ്കിൽ എത്ര മണിക്കൂറിനുള്ളിൽ വിവരം ലഭ്യമാക്കണം? 12 മണിക്കൂറിനുള്ളിൽ, 48, 6 മണിക്കൂറിനുള്ളിൽ, 24 മണിക്കൂറിനുള്ളിൽ, 48 മണിക്കൂറിനുള്ളിൽ. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ എല്ല് സ്ഥിതി ചെയ്യുന്ന അവയവം ഏത്? കണ്ണ്, ചെവി, പാദം, കരൾ. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ എല്ല് സ്ഥിതി ചെയ്യുന്നത് ചെവിയിലാണ്. തലച്ചോറിനെ കുറിച്ചുള്ള പഠനശാഖയുടെ പേര് എന്ത്? മൈക്രോളജി, ബ്രെയിനോളജി, ഫ്രിനോളജി, ഫക്രോളജി. ഫ്രിനോളജി എന്നാണ്. കേരളത്തിലെ കശുവണ്ടി ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന സ്ഥലം? മുണ്ടക്കയം, പീരുമേട്, കൊട്ടിയം, ആനക്കയം. കേരളത്തിലെ കശുവണ്ടി ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് ആനക്കയത്താണ്. ഗാന്ധിജിയുടെ ആത്മകഥയിൽ സൂചിപ്പിച്ചിട്ടുള്ള ഒരേയൊരു കേരളീയൻ ആര്? കെ കേളപ്പൻ, GP പിള്ള, M നായർ, NN കക്കാട്. ഒരേയൊരു കേരളീയനായിരുന്നു GP പിള്ള. സുവർണ ജൂബിലി ആചരിക്കുന്നത് എത്ര വർഷം കൂടുമ്പോഴാണ്? 50 വർഷം കൂടുമ്പോൾ, 60, 25 വർഷം, 10 വർഷം കൂടുമ്പോൾ. സുവർണ ജൂബിലി ആചരിക്കുന്നത് 50 വർഷം കൂടുമ്പോഴാണ്. ഒളിമ്പിക്, ഏഷ്യൻ ഗെയിംസ്, കോമൺവെൽത്ത് ഗെയിംസ് ഇവയെല്ലാം എത്ര വർഷത്തിലൊരിക്കലാണ് നടക്കുന്നത്? 5 വർഷം, 2 വർഷം, 4 വർഷം, 3 വർഷം. ഇവയെല്ലാം 4 വർഷത്തിലൊരിക്കലാണ് നടക്കുന്നത്. കേരളത്തിലെ സൈനിക സ്കൂൾ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കൂട്ടുമുഖം, കഴക്കൂട്ടം, കാഞ്ഞങ്ങാട്, മാടായിപ്പാറ. കേരളത്തിലെ സൈനിക സ്കൂൾ സ്ഥിതി ചെയ്യുന്നത് കഴക്കൂട്ടത്താണ്. എത്ര വനിതകൾ ഇന്ത്യയുടെ രാഷ്ട്രപതിയായിട്ടുണ്ട്? 11, 2, 8, 9. ദ്രൗപദി മുർമുവും പ്രതിഭ പാട്ടീലും ആണ് ഇത്രയും നാൾ രാഷ്ട്രപതിയായിട്ടുള്ളത്. അയ്യങ്കാളി സ്മാരകം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കണ്ണൂര്, കാസർഗോഡ്, തിരുവനന്തപുരം, മലപ്പുറം. അയ്യങ്കാളി സ്മാരകം സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരം ജില്ലയിലാണ്. ഇന്ത്യയിൽ പിൻകോഡ് സമ്പ്രദായം നിലവിൽ വന്നത് എന്ന്? 1972, 1970, 1971, 1969. ഇന്ത്യയിൽ പിൻകോഡ് സമ്പ്രദായം നിലവിൽ വന്നത് 1972 മുതലാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ സംസാരിക്കുന്ന ദ്രാവിഡ ഭാഷ? സംസ്കൃതം, തമിഴ്, കർണാടകം, തെലുങ്ക്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ സംസാരിക്കുന്ന ദ്രാവിഡ ഭാഷയാണ് തെലുങ്ക്. കേരള വാത്മീകി എന്നറിയപ്പെടുന്നത് ആരാണ്? വയലാർ, വള്ളത്തോൾ, ചങ്ങമ്പുഴ, ചെറുശ്ശേരി. കേരള വാത്മീകി എന്നറിയപ്പെടുന്നത് ആരാണ്? വള്ളത്തോളാണ്. പ്രാചീന ഭാരതത്തിൽ അയസ് എന്നറിയപ്പെട്ടിരുന്ന ലോഹം? സ്വർണം, ചെമ്പ്, ഇരുമ്പ്, പ്ലാറ്റിനം. പ്രാചീന ഭാരതത്തിൽ അയസ് എന്നറിയപ്പെട്ടിരുന്ന ലോഹമാണ് ചെമ്പ്. ഏത് വിഷലോഹം കൊണ്ടാണ് ഇവിടെ രോഗം ഉണ്ടാകുന്നത്? സോഡിയം, കാഡ്മിയം, മെർക്കുറി, പ്ലാറ്റിനം.
കാഡ്മിയം ഒരു വിഷലോഹമാണ്. കേരള ചരിത്രത്തിൽ ലന്തക്കാർ എന്നത് ഫ്രഞ്ചുകാർ, പോർച്ചുഗീസുകാർ, ഡച്ചുകാർ, ഗ്രീക്കുകാർ. കേരള ചരിത്രത്തിൽ ലന്തക്കാർ എന്ന് പറയുന്നത് ഡച്ചുകാരെയാണ്. ജടായുപ്പാറ ടൂറിസം പദ്ധതി ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? കോട്ടയം, തിരുവനന്തപുരം, പാലക്കാട്, കൊല്ലം. ജടായുപ്പാറ ടൂറിസം പദ്ധതി സ്ഥിതി ചെയ്യുന്നത് കൊല്ലം ജില്ലയിലാണ്. കേരളത്തിൽ ഏറ്റവും ഒടുവിലായി രൂപം കൊണ്ട കോർപ്പറേഷൻ ഏത്? കണ്ണൂർ കോർപ്പറേഷൻ, കാസർഗോഡ്, കോഴിക്കോട്, വയനാട് കോർപ്പറേഷൻ. കേരളത്തിൽ ഏറ്റവും ഒടുവിലായി രൂപം കൊണ്ട കോർപ്പറേഷനാണ് കണ്ണൂർ കോർപ്പറേഷൻ. ക്ഷേത്രപ്രവേശന വിളംബരം എഴുതി തയ്യാറാക്കിയ കവി? അക്കിത്തം, എഴുത്തച്ഛൻ, ഉള്ളൂർ, കുഞ്ചൻ നമ്പ്യാർ. ക്ഷേത്രപ്രവേശന വിളംബരം എഴുതി തയ്യാറാക്കിയ കവി ആയിരുന്നു അക്കിത്തം. ക്ലാസിക്കൽ പദവി ലഭിച്ച ഇന്ത്യയിലെ 5ാമത്തെ ഭാഷ ഏത്? ഹിന്ദി, സംസ്കൃതം, മലയാളം, തമിഴ്. ക്ലാസിക്കൽ പദവി ലഭിച്ച ഇന്ത്യയിലെ 5ാമത്തെ ഭാഷയായിരുന്നു മലയാളം. കേരള ചരിത്ര മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് എവിടെ? കോട്ടയം, എറണാകുളം, തൃശ്ശൂര്, പത്തനംതിട്ട. കേരള ചരിത്ര മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? എറണാകുളം ജില്ലയിലാണ്. ആർമകം എന്ന സ്ഥലത്തിന്റെ ഇപ്പോഴത്തെ പേര്? കൊടുങ്ങല്ലൂർ, നെടുമങ്ങാടി, പറവൂർ, കോതമംഗലം. ആർമകം എന്ന സ്ഥലത്തിന്റെ ഇപ്പോഴത്തെ പേര് കൊടുങ്ങല്ലൂർ എന്നാണ്. കേരളത്തിലെ ജില്ലകളുമായി മാത്രം അതിർത്തി പങ്കിടുന്നതും സമുദ്രതീരം ഇല്ലാത്തതുമായ ഏക ജില്ല? കണ്ണൂര്, ഇടുക്കി, മലപ്പുറം, കോട്ടയം. കോട്ടയം ജില്ലയാണ്. തമിഴ്നാട്ടിലും കർണാടകത്തിലുമായി അതിർത്തി പങ്കിടുന്ന കേരളത്തിലെ ജില്ല? കണ്ണൂര്, കാസർഗോഡ്, വയനാടാണ് ശരിയായ ഉത്തരം. ലോകത്ത് ആദ്യമായി ഒരു റോബോട്ടിന് പൗരത്വം നൽകിയ രാജ്യം ഏത്? ഖത്തർ, അറേബ്യ, അബുദാബി, ഒമാൻ. ഒരു റോബോട്ടിന് പൗരത്വം നൽകിയ രാജ്യമായിരുന്നു അറേബ്യ. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം തയ്യാറാക്കിയത് ആര്? ജവഹർലാൽ നെഹ്റു, സർദാർ വല്ലഭായ് പട്ടേൽ, അംബേദ്കർ, ഗാന്ധിജി. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം തയ്യാറാക്കിയത് ജവഹർലാൽ നെഹ്റു ആയിരുന്നു. കുട്ടികളിലെ പ്രമേഹ രോഗം തടയുന്നതിനായി ആവിഷ്കരിച്ച പദ്ധതി? കുരുന്നുകൾ, മിഠായി, തേൻ, പുഞ്ചിരി. കുട്ടികളിലെ പ്രമേഹ രോഗം തടയുന്നതിനായി ആവിഷ്കരിച്ച പദ്ധതിയായിരുന്നു മിഠായി. ഇന്ത്യ ബൈ ദ നൈൽ എന്ന സാംസ്കാരികോത്സവം നടക്കുന്ന രാജ്യം? ഇറാൻ, ഇസ്രായേൽ, ഇന്തോനേഷ്യ, ഈജിപ്ത്. ഇന്ത്യ ബൈ ദ നൈൽ എന്ന സാംസ്കാരികോത്സവം നടക്കുന്നത് ഈജിപ്തിലാണ്. ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ച ഏറ്റവും പ്രായം കൂടിയ വ്യക്തി? അക്കിത്തം, ഉള്ളൂര്, വയലാർ, വള്ളത്തോൾ. ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ച ഏറ്റവും പ്രായം കൂടിയ വ്യക്തിയാണ് അക്കിത്തം. ബംഗ്ലാദേശിൽ ബ്രഹ്മപുത്ര നദി ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ബ്രഹ്മി, പുണ്യം, ബ്രഹ്മോ, ജമുന. ബംഗ്ലാദേശിൽ ബ്രഹ്മപുത്ര നദി അറിയപ്പെടുന്നത് ജമുന എന്ന പേരിലാണ്. ലോക സാക്ഷരതാ ദിനമായി ആചരിക്കുന്നത് എന്നാണ്? ഒക്ടോബർ 4, മാർച്ച് 11, സെപ്റ്റംബർ 8, മെയ് 19. ലോക സാക്ഷരതാ ദിനമായി ആചരിക്കുന്നത് സെപ്റ്റംബർ 8-നാണ്. ഇന്ത്യയിലെ ആദ്യ ട്രാൻസ്ജെൻഡർ അഡ്വക്കേറ്റ് ആര്? സത്യശ്രീ, ആരോമിന, മെന്നിക്ക, ജ്യോതി. സത്യശ്രീ ആയിരുന്നു. യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഇടം നേടിയ ആദ്യ ഭാരതീയ നൃത്തരൂപം? കൂടിയാട്ടം, കഥകളി, പടയണി, മോഹിനിയാട്ടം. കൂടിയാട്ടമായിരുന്നു. സസ്യശാസ്ത്ര ഗ്രന്ഥമായ ഹോർത്തൂസ് മലബാറിക്കസ് ഏത് ഭാഷയിലാണ് രചിച്ചിട്ടുള്ളത്? ജർമ്മൻ, ഇംഗ്ലീഷ്, ലാറ്റിൻ, ഗ്രീക്ക്.
ഹോർത്തൂസ് മലബാറിക്കസ് ഏത് ഭാഷയിലാണ് രചിച്ചിട്ടുള്ളത്? ലാറ്റിൻ ഭാഷയിലാണ്. വെള്ളത്തിലിട്ടാൽ കത്തുന്ന ലോഹം ഏത്? പൊട്ടാസ്യം, കാൽസ്യം, മഗ്നീഷ്യം, സോഡിയം. വെള്ളത്തിലിട്ടാൽ കത്തുന്ന ലോഹമാണ് സോഡിയം. കേരളത്തിലെ സംസ്കൃത കലാരൂപം ഏത്? കഥകളി, ഓട്ടൻതുള്ളൽ, കുച്ചിപ്പുടി, കൂടിയാട്ടം. കേരളത്തിലെ സംസ്കൃത കലാരൂപമാണ് കൂടിയാട്ടം. കേരളത്തിലെ വനപ്രദേശമില്ലാത്ത ജില്ലയുടെ പേര്? കോട്ടയം, കൊല്ലം, ആലപ്പുഴ, തൃശ്ശൂര്. കേരളത്തിൽ വനപ്രദേശമില്ലാത്ത ജില്ലയാണ് ആലപ്പുഴ ജില്ല. ഹരിദ്വാർ ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? ഉത്തരാഖണ്ഡ്, ആന്ധ്രാപ്രദേശ്, പഞ്ചാബ്, മിസോറാം. ഏത് സംസ്ഥാനത്താണ് ഹരിദ്വാർ സ്ഥിതി ചെയ്യുന്നത്? ഉത്തരാഖണ്ഡിലാണ്. വേലക്കാരൻ എന്ന പ്രസിദ്ധീകരണം ആരംഭിച്ചത് ആരാണ്? അയ്യങ്കാളി, എഴുത്തച്ഛൻ, സഹോദരൻ അയ്യപ്പൻ, ഉള്ളൂർ. വേലക്കാരൻ എന്ന പ്രസിദ്ധീകരണം ആരംഭിച്ചത് സഹോദരൻ അയ്യപ്പനായിരുന്നു. സൂര്യനിൽ നിന്നും ഏറ്റവും അകലെ സ്ഥിതി ചെയ്യുന്ന ഗ്രഹം ഏത്? നെപ്റ്റ്യൂൺ, ശനി, യുറാനസ്, വ്യാഴം. സൂര്യനിൽ നിന്നും ഏറ്റവും അകലെ സ്ഥിതി ചെയ്യുന്ന ഗ്രഹമാണ് നെപ്റ്റ്യൂൺ. കുടുംബശ്രീ പദ്ധതി നിലവിൽ വന്ന വർഷം ഏത്? 1999, 1998, 1997, 1996. കുടുംബശ്രീ പദ്ധതി നിലവിൽ വന്നത് 1998 ഇന്ത്യയുടെ തെക്കുഭാഗത്ത് കിടക്കുന്ന അയൽരാജ്യം ഏത്? നേപ്പാൾ, പാകിസ്ഥാൻ, ശ്രീലങ്ക, കൊറിയ. ഇന്ത്യയുടെ തെക്കുഭാഗത്ത് കിടക്കുന്ന അയൽരാജ്യമാണ് ശ്രീലങ്ക. ചേരമാൻ പറമ്പ് സ്ഥിതി ചെയ്യുന്ന സ്ഥലം ഏത്? വെങ്ങാനൂർ, വെള്ളൂർ, മാടായിപ്പറമ്പ്, കൊടുങ്ങല്ലൂർ. ചേരമാൻ പറമ്പ് സ്ഥിതി ചെയ്യുന്ന സ്ഥലമാണ് കൊടുങ്ങല്ലൂർ. ഏറ്റവും കൂടുതൽ ഇന്ത്യക്കാർ സംസാരിക്കുന്ന ഭാഷ ഏത്? ഹിന്ദി, ഇംഗ്ലീഷ്, മലയാളം, ഉറുദു. ഏറ്റവും കൂടുതൽ ഇന്ത്യക്കാർ സംസാരിക്കുന്ന ഭാഷയാണ് ഹിന്ദി. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വനമുള്ള സംസ്ഥാനം ഏത്? ഉത്തർപ്രദേശ്, മധ്യപ്രദേശ്, മേഘാലയ, മണിപ്പൂർ. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വനമുള്ള സംസ്ഥാനമാണ് മധ്യപ്രദേശ്. ഡക്കാൻ പീഠഭൂമി പ്രദേശത്ത് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണ് ഏത്? കറുത്ത മണ്ണ്, എക്കൽ മണ്ണ്, ചെമ്മണ്ണ്, കളിമണ്ണ്. ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണാണ് കറുത്ത മണ്ണ്. ഏറ്റവും അധികം ദേശീയോദ്യാനങ്ങളുള്ള സംസ്ഥാനം ഏത്? ഛത്തീസ്ഗഡ്, മധ്യപ്രദേശ്, രാജസ്ഥാൻ, കേരളം. ഏറ്റവും അധികം ദേശീയോദ്യാനങ്ങളുള്ള സംസ്ഥാനമാണ് മധ്യപ്രദേശ്. ഇന്ത്യയിലെ ആദ്യത്തെ പരുത്തി മിൽ സ്ഥാപിച്ചത് എവിടെയാണ്? കർണാടക, തമിഴ്നാട്, മഹാരാഷ്ട്ര, ഡൽഹി. ഇന്ത്യയിലെ ആദ്യത്തെ പരുത്തി മിൽ സ്ഥാപിച്ചത് മഹാരാഷ്ട്രയിലായിരുന്നു. കേരളത്തിലെ ആദ്യത്തെ ഇ പേയ്മെന്റ് ജില്ല ഏത്? കോഴിക്കോട്, മലപ്പുറം, കാസർഗോഡ്, കണ്ണൂര്. കേരളത്തിലെ ആദ്യത്തെ ഇ പേയ്മെന്റ് ജില്ല മലപ്പുറം ജില്ല ആയിരുന്നു. തിരുവിതാംകൂറിൽ നിന്നും സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ളയെ നാടുകടത്തിയത് എപ്പോഴാണ്? 1911, 10, 1906, 1917. നാടുകടത്തിയത് 1910 ഒരു റോഡ് പോലും ഇല്ലാത്ത നഗരം ഏത്? വെനീസ്, കൊറിയ, വത്തിക്കാൻ, മ്യാൻമാർ. ഒരു റോഡ് ശൃംഖല പോലും ഇല്ലാത്ത നഗരമാണ് വെനീസ്. റോയിറ്റർ ഏത് രാജ്യത്തിന്റെ ന്യൂസ് ഏജൻസിയാണ്? അമേരിക്ക, റഷ്യ, ബ്രിട്ടൻ, റോം. റോയിറ്റർ ഏത് രാജ്യത്തിന്റെ ന്യൂസ് ഏജൻസിയാണ്? ബ്രിട്ടന്റെ ന്യൂസ് ഏജൻസി.
ബുദ്ധൻ തന്റെ ആദ്യ പ്രഭാഷണം നടത്തിയ സാരാനാഥ് ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? ഉത്തർപ്രദേശ്, ഒഡീഷ, മഹാരാഷ്ട്ര, ജമ്മു കാശ്മീർ. സാരാനാഥ് സ്ഥിതി ചെയ്യുന്നത് ഉത്തർപ്രദേശിലാണ്. ഗാന്ധിജി നേതൃത്വം കൊടുത്ത ഗേഡ കർഷക സമരം നടന്ന വർഷം ഏത്? 1919, 17, 1918, 15. ഗേഡ കർഷക സമരം നടന്നത് 1918 ഏഷ്യൻ വികസന ബാങ്കിന്റെ ആസ്ഥാനം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഏഥൻസ്, ഫിലിപ്പൈൻസ്, പാരീസ്, ഗ്രീസ്. ഏഷ്യൻ വികസന ബാങ്കിന്റെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് ഫിലിപ്പൈൻസിലാണ്. ടൈഫോയിഡ് രോഗം ഏത് അവയവത്തെയാണ് ബാധിക്കുന്നത്? കരൾ, ആമാശയം, കുടൽ, വൃക്ക. ടൈഫോയിഡ് രോഗം ബാധിക്കുന്നത് കുടലിനെയാണ്. നക്ഷത്രങ്ങളുടെ സ്നേഹഭാജനം എന്ന് വിശേഷിപ്പിക്കപ്പെട്ട കവി ആര്? ഇടശ്ശേരി, തകഴി, വയലാർ, ചങ്ങമ്പുഴ. നക്ഷത്രങ്ങളുടെ സ്നേഹഭാജനം എന്ന് വിശേഷിപ്പിക്കപ്പെട്ട കവിയായിരുന്നു ചങ്ങമ്പുഴ. ദയാവധം നിയമപരമായി അനുവദിച്ച ആദ്യ രാജ്യം ഏത്? ന്യൂസിലാൻഡ്, നെതർലാൻഡ്, സ്വീഡൻ, അമേരിക്ക. ദയാവധം നിയമപരമായി അനുവദിച്ച ആദ്യ രാജ്യമായിരുന്നു നെതർലാൻഡ്. ലോക പുസ്തക ദിനമായി ആചരിക്കുന്നത് എന്ന്? ഏപ്രിൽ 23, മെയ് 4, ജനുവരി 19, ഓഗസ്റ്റ് 10. ലോക പുസ്തക ദിനമായി ആചരിക്കുന്നത് ഏപ്രിൽ 23-നാണ്. ഏത് നദിയുടെ തീരത്താണ് മാമാങ്കം നടന്നിരുന്നത്? പെരിയാർ, ഭാരതപ്പുഴ, കബനി, കാവേരി. മാമാങ്കം എന്ന ഉത്സവം നടക്കുന്നത് ഭാരതപ്പുഴയുടെ തീരത്താണ്. ഇന്ത്യ ആദ്യമായി ആണവ പരീക്ഷണം നടത്തിയ വർഷം? 1975, 1974, 1973, 1972. 1974-നായിരുന്നു. യുനെസ്കോയുടെ പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തിയ ആദ്യ ഇന്ത്യൻ നഗരം ഏത്? കൊൽക്കത്ത, കൊച്ചി, അഹമ്മദാബാദ്, ചെന്നൈ. ആദ്യ ഇന്ത്യൻ നഗരമായിരുന്നു അഹമ്മദാബാദ്. ലോകത്തിലെ ആദ്യത്തെ ഒഴുകുന്ന ആണവ നിലയം ആരംഭിച്ചത്? ഭൂട്ടാൻ, ഇന്ത്യ, റഷ്യ, ചൈന. ലോകത്തിലെ ആദ്യത്തെ ഒഴുകുന്ന ആണവ നിലയം ആരംഭിച്ചത് റഷ്യയായിരുന്നു. ഏറ്റവുമധികം കണ്ടൽ വനങ്ങളുള്ള സംസ്ഥാനം ഏത്? ഉത്തർപ്രദേശ്, പഞ്ചാബ്, തമിഴ്നാട്, പശ്ചിമ ബംഗാൾ. ഏറ്റവും കൂടുതൽ കണ്ടൽ വനങ്ങളുള്ള സംസ്ഥാനമാണ് പശ്ചിമ ബംഗാൾ. പൂർണ്ണമായും ഏഷ്യയിൽ സ്ഥിതി ചെയ്യുന്ന ഏറ്റവും വലിയ രാജ്യം ഏത്? ചൈന, റഷ്യ, ഇന്ത്യ, പാകിസ്ഥാൻ. പൂർണ്ണമായും ഏഷ്യയിൽ സ്ഥിതി ചെയ്യുന്ന ഏറ്റവും വലിയ രാജ്യമാണ് ചൈന. ഒരു പ്രത്യേക സസ്യത്തിനു വേണ്ടി മാത്രം സ്ഥാപിച്ച ഇന്ത്യയിലെ ആദ്യ ഉദ്യാനം ഏത്? തേക്കടി, കുറിഞ്ഞിമല, കല്ലടയാർ, ചിക്കാഗോ. കുറിഞ്ഞിമല ദേശീയോദ്യാനമാണ്. ദില്ലി ചലോ എന്ന മുദ്രാവാക്യത്തിന്റെ ഉപജ്ഞാതാവ് ആര്? ടാഗോർ, നെഹ്റു, സുഭാഷ് ചന്ദ്രബോസ്, മഹാത്മാഗാന്ധി. ദില്ലി ചലോ എന്ന മുദ്രാവാക്യത്തിന്റെ ഉപജ്ഞാതാവായിരുന്നു സുഭാഷ് ചന്ദ്രബോസ്. കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ വനിതാ പോസ്റ്റ് ഓഫീസ് സ്ഥാപിച്ചത് എവിടെ? പാലക്കാട്, തിരുവനന്തപുരം, ഇടുക്കി, തൃശ്ശൂര്. കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ വനിതാ പോസ്റ്റ് ഓഫീസ് സ്ഥാപിച്ചത് തിരുവനന്തപുരം ജില്ലയിലായിരുന്നു. പ്രാചീന കാലത്ത് കാളിന്തി എന്നറിയപ്പെട്ടിരുന്ന നദിയുടെ ഇപ്പോഴത്തെ പേരെന്ത്? പമ്പ, ഗംഗ, യമുന, ബ്രഹ്മപുത്ര. കാളിന്തി എന്നറിയപ്പെട്ടിരുന്ന നദിയുടെ ഇപ്പോഴത്തെ പേര് യമുന നദി എന്നാണ്. ലോകത്ത് ആദ്യമായി പഞ്ചവത്സര പദ്ധതി ആരംഭിച്ച രാജ്യം? ഇന്ത്യ, ബ്രിട്ടൻ, അമേരിക്ക, റഷ്യ. ലോകത്തിൽ ആദ്യമായി പഞ്ചവത്സര പദ്ധതി ആരംഭിച്ച രാജ്യമായിരുന്നു റഷ്യ. നീർമാതളം എന്ന വൃക്ഷം കൂടുതലായി പ്രതിപാദിപ്പിക്കപ്പെട്ടത് ആരുടെ കഥകളിലാണ്? സാറാ ജോസഫ്, സുഗതകുമാരി,
മാധവിക്കുട്ടി, വക്കം മൗലവി. മാധവിക്കുട്ടിയുടെ കഥകളിലാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ബഹിരാകാശ യാത്രികൻ ആര്? മുകേഷ് ശർമ്മ, രാകേഷ് ശർമ്മ, രൂപേഷ് ശർമ്മ, രാഹുൽ ശർമ്മ. ഇന്ത്യയിലെ ആദ്യത്തെ ബഹിരാകാശ യാത്രികനായിരുന്നു രാകേഷ് ശർമ്മ. ലോകത്തിലെ ഏറ്റവും വലിയ തപാൽ ശൃംഖല ഉള്ള രാജ്യം ഏത്? ഇന്ത്യ, നേപ്പാൾ, കൊറിയ, ചൈന. ലോകത്തിലെ ഏറ്റവും വലിയ തപാൽ ശൃംഖലയുള്ള രാജ്യമാണ് ഇന്ത്യ. വസ്തുക്കൾക്ക് ഏറ്റവും കൂടുതൽ ഭാരം അനുഭവപ്പെടുന്ന ഗ്രഹം ഏത്? ശനി, ചന്ദ്രൻ, വ്യാഴം, പ്ലൂട്ടോ. വസ്തുക്കൾക്ക് ഏറ്റവും കൂടുതൽ ഭാരം അനുഭവപ്പെടുന്ന ഗ്രഹമാണ് വ്യാഴം. രാമാനുജൻ സംഖ്യ എന്നറിയപ്പെടുന്ന സംഖ്യ എത്ര? 1728, 1729, 1717, 1711. രാമാനുജൻ സംഖ്യ എന്നറിയപ്പെടുന്ന സംഖ്യയാണ് 1729. മേഘങ്ങളെക്കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖയുടെ പേരെന്ത്? നെഫോളജി, ഹൈറോളജി, ഇക്തിയോളജി, അയണോളജി. മേഘങ്ങളെക്കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖയുടെ പേരാണ് നെഫോളജി. ഉറുമ്പ് കടിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിലേക്ക് കടത്തിവിടുന്ന ആസിഡ്? അസറ്റിക് ആസിഡ്, ടാർട്ടാറിക് ആസിഡ്, ഫോർമിക് ആസിഡ്, സിട്രിക് ആസിഡ്. ഉറുമ്പ് കടിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിലേക്ക് കടത്തിവിടുന്ന ആസിഡാണ് ഫോർമിക് ആസിഡ്. പശ്ചിമഘട്ട മലനിരകളുള്ള ഏറ്റവും വലിയ പട്ടണം ഏത്? ബോംബെ, ചെന്നൈ, പൂന, കൊച്ചി. പശ്ചിമഘട്ട മലനിരകളുള്ള ഏറ്റവും വലിയ പട്ടണമാണ് പൂനെ പട്ടണം. ഏറ്റവും കൂടുതൽ സമുദ്രതീരമുള്ള ഏഷ്യയിലെ രാജ്യം? ഇന്ത്യ, ചൈന, ഇന്തോനേഷ്യ, മലേഷ്യ. ഏറ്റവും കൂടുതൽ സമുദ്രതീരമുള്ള ഏഷ്യയിലെ രാജ്യമാണ് ഇന്തോനേഷ്യ. സുവർണ പഗോഡകളുടെ നാട് എന്നറിയപ്പെടുന്ന രാജ്യം? പാകിസ്ഥാൻ, ഈജിപ്ത്, റഷ്യ, മ്യാൻമാർ. സുവർണ പഗോഡങ്ങളുടെ നാട് എന്നറിയപ്പെടുന്ന രാജ്യമാണ് മ്യാൻമാർ. ഇന്ത്യയിലെ ഏത് സംസ്ഥാനമാണ് ബിഹു ആഘോഷത്തിന് പ്രസിദ്ധം? കർണാടക, ബീഹാർ, അസം, രാജസ്ഥാൻ. ബിഹു ആഘോഷത്തിന് പ്രസിദ്ധമായ ഇന്ത്യയിലെ സംസ്ഥാനമാണ് അസം. കേരളത്തിൽ വാമന പ്രതിഷ്ഠയുള്ള ഏക ക്ഷേത്രം എവിടെയാണ്? ഗുരുവായൂർ, ചക്കുളത്തുകാവ്, മൂകാംബിക, തൃക്കാക്കര. വാമന പ്രതിഷ്ഠയുള്ള ഏക ക്ഷേത്രമാണ് തൃക്കാക്കര ക്ഷേത്രം. കലക്കത്തു ഭവനം ആരുടെ ജന്മഗൃഹമാണ്? തകഴി, കുഞ്ചൻ നമ്പ്യാർ, വൈലോപ്പിള്ളി, അക്കിത്തം. കലക്കത്തു ഭവനം ആരുടെ ജന്മഗൃഹമാണ്? കുഞ്ചൻ നമ്പ്യാരുടെ ജന്മഗൃഹമാണ്. ലോകത്ത് ഏറ്റവും കൂടുതൽ തടാകങ്ങളുള്ള രാജ്യം ഏത്? കാനഡ, റഷ്യ, ചൈന, പാരീസ്. ഏറ്റവും കൂടുതൽ തടാകങ്ങൾ കാണപ്പെടുന്ന രാജ്യമാണ് കാനഡ. കേരളത്തിലെ ആദ്യത്തെ പത്രം ഏത്? ദീപിക, പ്രഭാതം, വെളിച്ചം, മാതൃഭൂമി. കേരളത്തിലെ ആദ്യത്തെ പത്രം ഏതായിരുന്നു? പ്രഭാതം എന്ന പത്രമായിരുന്നു. പുന്നപ്ര വയലാർ സമരം നടന്ന വർഷം? 1945, 1944, 1944, 1946. പുന്നപ്ര വയലാർ സമരം നടന്നത് 1946 ലോത്തൽ പട്ടണം സ്ഥിതി ചെയ്യുന്ന ഇന്ത്യയിലെ സംസ്ഥാനം ഏത്? രാജസ്ഥാൻ, പഞ്ചാബ്, ഗുജറാത്ത്, മഹാരാഷ്ട്ര. ലോത്തൽ പട്ടണം സ്ഥിതി ചെയ്യുന്നത് ഗുജറാത്തിലാണ്. യവനപ്രിയ എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്നത്? കുരുമുളക്, ഏലം, ഇഞ്ചി, മഞ്ഞൾ. യവനപ്രിയ എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്നത് കുരുമുളകാണ്. തെഹരി അണക്കെട്ട് ഏത് നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത്? പെരിയാർ, ലൂണി, നർമ്മദ, ഭാഗീരഥി. തെഹരി അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത് ഭാഗീരഥിയിലാണ്.
ടേബിൾ ഷുഗർ നിർമ്മിക്കുന്നത് ഏത്? ലാക്ടോസ്, മാൾട്ടോസ്, സുക്രോസ്, ഗ്ലൂക്കോസ്. ടേബിൾ ഷുഗർ നിർമ്മിക്കുന്നത് ഏത്? സുക്രോസ് ആണ്. രാജ്യത്തെ കറൻസി പ്രിന്റിംഗ് പ്രസ് സ്ഥിതി ചെയ്യുന്നത് എവിടെ? ഡൽഹി, മുംബൈ, നാസിക്, ജയ്പൂർ. രാജ്യത്തെ കറൻസി പ്രിന്റിംഗ് പ്രസ് സ്ഥിതി ചെയ്യുന്നത് നാസിക്കിലാണ്. ഇന്ത്യയിലെ ആദ്യത്തെ അച്ചടിശാല സ്ഥാപിച്ചത് എവിടെ? സിക്കിം, മേഘാലയ, ഗോവ, മണിപ്പൂർ. ഇന്ത്യയിലെ ആദ്യത്തെ അച്ചടിശാല സ്ഥാപിച്ചത് ഗോവയിലായിരുന്നു. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്ന വർഷം? 1920, 1919, 1918, 1917. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്നത് 1919 ഭാഷാടിസ്ഥാനത്തിൽ രൂപീകരിക്കപ്പെട്ട ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം ഏത്? അരുണാചൽ പ്രദേശ്, സിക്കിം, ആന്ധ്രാപ്രദേശ്, ഒഡീഷ. ഭാഷാടിസ്ഥാനത്തിൽ രൂപീകരിക്കപ്പെട്ട ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനമായിരുന്നു ആന്ധ്രാപ്രദേശ്. ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ ജില്ലയുടെ പേര്? നാഗ്പൂർ, ഭുവനേശ്വർ, ഡൽഹി, കൊച്ചി. ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ ജില്ലയുടെ പേര് നാഗ്പൂർ എന്നാണ്. കേരളത്തിലെ ആദ്യത്തെ സൈബർ പോലീസ് സ്റ്റേഷൻ ഉദ്ഘാടനം ചെയ്യപ്പെട്ട വർഷം? 2008, 2009, 2007, 2006. സൈബർ പോലീസ് സ്റ്റേഷൻ ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് 2009. ടോട്ടൽ തിയേറ്റർ എന്ന് പാശ്ചാത്യർ വിശേഷിപ്പിക്കുന്ന കേരളീയ കല ഏത്? ഓട്ടംതുള്ളൽ, കഥകളി, കുച്ചിപ്പുടി, മാർഗംകളി. കഥകളിയാണ് ശരിയായ ഉത്തരം. അസ്ഥികളെക്കുറിച്ചുള്ള ശാസ്ത്രീയ പഠനം ഏത് പേരിൽ അറിയപ്പെടുന്നു? ക്രിപ്റ്റോളജി, ഓങ്കോളജി, ഓസ്റ്റിയോളജി, ലിംഫോളജി. അസ്ഥികളെക്കുറിച്ചുള്ള ശാസ്ത്രീയ പഠനം അറിയപ്പെടുന്നത് ഓസ്റ്റിയോളജി എന്ന. കൗടില്യൻ രചിച്ച അർത്ഥശാസ്ത്രത്തിൽ ചൂർണി എന്ന് പരാമർശിക്കപ്പെട്ടിട്ടുള്ള നദി? പമ്പ, കബനി, കാവേരി, പെരിയാർ. പെരിയാർ നദിയാണ്. ഇന്ത്യയിൽ സാമൂഹിക വികസന പദ്ധതി നിലവിൽ വന്നത് എന്ന്? 1952, 1950, 1922, 1987. സാമൂഹിക വികസന പദ്ധതി നിലവിൽ വന്നത് 1952 മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയുടെ ചിഹ്നം? പരുന്ത്, ആന, സിംഹം, കുരുവി. മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയുടെ ചിഹ്നം ഏത്? സിംഹമാണ്. കേരളത്തിലെ ആദ്യ അമൃത് നഗരം? കോട്ടയം, വയനാട്, പാലക്കാട്, കൊല്ലം. കേരളത്തിലെ ആദ്യ അമൃത് നഗരം ഏത്? പാലക്കാടാണ് ശരിയായ ഉത്തരം. 1918 ശ്രീനാരായണ ഗുരു സന്ദർശിച്ച വിദേശ രാജ്യം ഏത്? ലണ്ടൻ, നേപ്പാൾ, ശ്രീലങ്ക, ഭൂട്ടാൻ. 1918 ശ്രീനാരായണ ഗുരു സന്ദർശിച്ച വിദേശ രാജ്യമായിരുന്നു ശ്രീലങ്ക. പുലിയരുടെ രാജാവ് എന്ന് അയ്യങ്കാളിയെ വിശേഷിപ്പിച്ചത്? കെ കേളപ്പൻ, മഹാത്മാഗാന്ധി, ജവഹർലാൽ നെഹ്റു, സർദാർ വല്ലഭായി പട്ടേൽ. പുലിയരുടെ രാജാവ് എന്ന് അയ്യങ്കാളിയെ വിശേഷിപ്പിച്ചത് മഹാത്മാഗാന്ധി ആയിരുന്നു. സ്ത്രീകളിൽ ലൈംഗികതയും നീണ്ട മുടിയും തമ്മിലുള്ള ബന്ധം? ശൃംഗാരിയായിരിക്കും, ദേഷ്യം കൂടുതൽ ഉള്ളവളായിരിക്കും, കാമം കുറവുള്ളവളായിരിക്കും, കാമം കൂടുതൽ ഉള്ളവൾ ആയിരിക്കും.